ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. സൂര്യ വരുമ്പോ ഇതെല്ലാം മോൾ അവനോടൊന്ന് പറഞ്ഞു. ശരി അങ്കിൾ. ആരെന്തൊക്കെ പറഞ്ഞാലും നിനക്ക് സമ്മതമില്ലാത്ത ഒന്നിനും ഈ ആന്റി കൂട്ടി നിൽക്കില്ല. എന്നാലും ഭാവന എന്നോട് അങ്ങനെ പറയുമെന്ന് ഞാൻ കരുതിയില്ല ആന്റി. ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കണമെന്നും ഞാൻ സുനിലിനോടൊപ്പം പോണമെന്നും ഭാവന എന്തിനാ എന്നോട് പറയുന്നത്? ഞങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ എന്താന്ന് ഭാവനയ്ക്ക് അറിയോ? ഇല്ലല്ലോ. എന്നോട് ഇന്നലെ ഭാവന സംസാരിച്ചപ്പോ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ഭാവനയോട് പറഞ്ഞതായിരുന്നു. എന്നിട്ടും സുനിലിന്റെ അച്ഛനമ്മമാര് വരുമെന്നും ഞാൻ അവരോടൊപ്പം പോണമെന്നും എന്നോടൊന്നും പറഞ്ഞു പോലും ഇല്ല. അപ്രതീക്ഷിതമായിട്ട് വന്ന എന്നോട് ഇതൊക്കെ പറഞ്ഞത്. നിന്നെ ദ്രോഹിക്കാൻ വേണ്ടി ആവില്ല അവൾ അങ്ങനെ പറഞ്ഞത്. എന്തായാലും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത് മറയില്ലാത്ത സ്നേഹമായിരുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലായതാണല്ലോ. അതുകൊണ്ടാവും അങ്ങനെ പറഞ്ഞത്. എന്നാലും ഭാവനയ്ക്ക് എന്നോടൊരു വാക്ക് ചോദിച്ചിട്ട് പറയായിരുന്നു. മോളെ, നിനക്ക് വേണ്ടി ഞാനും ഭാവനയും നല്ലപോലെ വഴക്ക് പറഞ്ഞില്ലേ? പിന്നെന്താ? അത് ആന്റിയോടും ഭാവന കടുത്ത രീതിയിൽ സംസാരിച്ചതുകൊണ്ടല്ലേ? ഞാൻ പറഞ്ഞത് ചിലപ്പോ ദേവേട്ടനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അതെനിക്ക് മനസ്സിലായി. ആന്റി, ഞാനൊരു കാര്യം ഏറ്റുപോയി. ഇനി മരിക്കേണ്ടി വന്നാലും ഞാൻ ഏറ്റ കാര്യം നിറവേറ്റിയിട്ടേ മറ്റെന്തിനെ കുറിച്ച് ഞാൻ ചിന്തിക്കൂ. എനിക്ക് ഉറപ്പാ ആന്റി, ഭാവന വിളിച്ചിട്ടായിരിക്കും സുനിലിന്റെ അച്ഛനും അമ്മ ഇവിടെ വന്നേ. ആയിക്കോട്ടെ, പക്ഷെ അവളല്ലല്ലോ നിന്റെ കാര്യം തീരുമാനിക്കേണ്ടത്. അതിപ്പോ അവൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മിക്കവാറും ഇപ്പൊ അവിടെ ചർച്ച നടക്കുന്നുണ്ടാവും. ആന്റി, എങ്ങനെയെങ്കിലും ആ സുനിലിനെ ഇവിടുന്ന് പറഞ്ഞയക്കാനുള്ള വഴി നോക്കണം. ആന്റി, ഈ കുഞ്ഞ് സുനിലിന്റേതാണെന്നുള്ള വിശ്വാസത്തിലാ സുനിൽ ഇവിടെ വന്ന് കാവൽ കിടക്കുന്നത്. നാളെ സത്യം മറ്റൊന്നാണെന്ന് അറിയുമ്പോ ചിലപ്പോ സുനിൽ വയലന്റ് ആകും ആന്റി. പിന്നെ സുനിൽ എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. മോളെ, നീ പറഞ്ഞതിൽ കാര്യമുണ്ട്. പക്ഷെ എന്ത് കാരണം പറഞ്ഞ് അവനെ പറഞ്ഞു വിടും? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ആന്റി, എങ്ങനെയാണെങ്കിലും വേണ്ടില്ല. ആന്റി ഈ കാര്യം ഒന്ന് ഗൗരവമായിട്ട് ചിന്തിക്കണം. മോളെ, കരയാതെ. ഞാനൊന്ന് നോക്കട്ടെ. എത്രയും വേഗം എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരം നമ്മളെ തേടി വരും. എന്തായാലും ഞാൻ നിനക്കൊപ്പം തന്നെ ഉണ്ടല്ലോ. അത് മാത്രം തൽക്കാലം നീ നോക്കിയാ മതി. ഞാനിത് നേരത്തെ പറഞ്ഞാലേ ഭാവന, അമ്മ ഒരിക്കലും മാനസയെ ഇവിടെ നിന്ന് വിടില്ല. എന്നാലും ഞാൻ മാനസ ഇവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ആന്റി പറയാൻ പാടില്ലായിരുന്നു. അല്ലെങ്കിലും എനിക്ക് ഇത്രയും തന്നെ വേണം സൂര്യ. ഞാനൊരു പ്രശ്നം വലുതാവാതിരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ ആന്റിയോ അതിനെ വേറൊരർത്ഥത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നു. അമ്മ പറയട്ടെ ഭാവന, ഇതൊക്കെ അമ്മയ്ക്ക് മാനസയോടുള്ള അന്ധമായ വിശ്വാസം കൊണ്ട് പറയുന്നത്. താമസിയാതെ അമ്മയ്ക്കൊരു തിരിച്ചടി കിട്ടും. അപ്പൊ മനസ്സിലായിക്കോളൂ. ഇനി ഇതിന്റെ പേരിലൊരു സംസാരത്തിനൊന്നും പോകണ്ട സൂര്യ. ഞാൻ ഒന്നിനുമില്ല. അങ്ങനെ എഴുതിത്തള്ളാൻ വരട്ടെ ഭാവന. ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റുന്ന കേസൊന്നുമല്ലല്ലോ. തന്നെ കുറ്റപ്പെടുത്തി ആ നാവ് കൊണ്ട് തന്നെ തന്നോട് അമ്മ സ്നേഹത്തിൽ സംസാരിക്കും. താൻ നോക്കിക്കും. എന്നെ കുറ്റപ്പെടുത്തുന്നതിലൊന്നും എനിക്ക് വിഷമമില്ല സൂര്യ. പക്ഷേ ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാ? എവിടെയും ജയമാണല്ലോ ഭാവന ആരുടെയും ലക്ഷ്യം. അമ്മ ഇവിടെ തന്റെ നാവ് അടപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞത് അത് ഫലിക്കുകയും ചെയ്തു. ആ മഹേന്ദ്ര ശർമ്മയും മോഹിനി ശർമ്മയും എത്ര മര്യാദയോടെ ഇന്ന് സംസാരിച്ചത്.
ഇതിൽ കൂടുതൽ എങ്ങനെയാ അവര് സുനിലിനെ ക്ഷണിക്കേണ്ടത്? അപ്പൊ ഇനി പ്രശ്നക്കാര് സുനിലും മാനസികോ? അവര് തമ്മിലുള്ള ഒത്തുകളിയാണോന്ന് വരെ ഞാനിപ്പോ സംശയിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ആവില്ല. മാനസ വിചാരിച്ച മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ ഈ വീട്ടിൽ നിന്ന് മാറി മറ്റൊരു വീട്ടിലേക്ക് പോണം. അതൊന്നും നടക്കില്ല ഭാവന. അച്ഛൻ ചിലപ്പോ നമ്മളോടൊപ്പം വരുമായിരിക്കും. നാട്ടുകാരെന്ത് പറയുന്നു കൂടി ചിന്തിക്കണ്ടേ? അല്ലാതെ വേണമെങ്കിൽ നമുക്ക് മാത്രം കുറച്ച് ദിവസം ഇവിടുന്ന് മാറി നിൽക്കാം. മനസ്സിന് അല്പം റിലാക്സേഷൻ കിട്ടുമല്ലോ. ഈ ടെൻഷനിടയിൽ മനസ്സിന് എന്ത് റിലാക്സ് കിട്ടാനാ സൂര്യ? അല്ലാതെ സുനിലിന്റെ ഷോ കാണാനൊന്നും എനിക്ക് താല്പര്യമില്ല ഭാവന. ഇനി ചിലപ്പോൾ ഞാൻ അവനെ കൈവച്ചു വന്നിരിക്കും. സൂര്യ, വെറുതെ ഉള്ള പ്രശ്നം വലുതാക്കല്ലേ. നമുക്ക് ആലോചിച്ചൊരു തീരുമാനം എടുക്കാം. സൂര്യ സമാധാനപ്പെടും. അച്ഛനിപ്പോൾ ആലോചിക്കായിരിക്കും നമ്മളെ തിരിച്ചു കൊണ്ടുവരണ്ടായിരുന്നു. അച്ഛൻ ഇവിടെ ഒറ്റപ്പെട്ടതുകൊണ്ടും ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാനും വേണ്ടിയാണ് നമ്മളെ തിരിച്ചു കൊണ്ടുവന്നത്. ഇപ്പൊ പ്രശ്നം കൂടിയല്ലേ ഉള്ളൂ. പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിൽ ഞാൻ വേണ്ടേ ഉണ്ടാക്കാൻ? ആന്റി ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാനത് കാര്യാക്കാതിരുന്ന പോരെ സൂര്യ? എന്നിട്ടാണോ താനിപ്പോ വിഷമത്തോടെ സംസാരിച്ചത്? അത് പിന്നെ വിഷമം കാണാതിരിക്കോ എന്ന് കരുതി ആന്റിയോട് ഞാൻ പിണങ്ങാനൊന്നും പോകുന്നില്ലല്ലോ സൂര്യ. ഇവിടെയാണ് ഭാവന ഞാൻ തന്നെ കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്നത്. എന്തും നേരിടാനുള്ള തന്റെ ഈ മനസ്സ് അത് മറ്റൊരു പെണ്ണിലും ഞാൻ കണ്ടിട്ടില്ല. സ്വന്തം അമ്മയായി പോയതുകൊണ്ട് എനിക്ക് അമ്മയൊന്നും പറയാനും പറ്റാത്ത അവസ്ഥയായി പോയല്ലോ ഭാവന. സൂര്യ, തമാശയ്ക്ക് പോലും അമ്മയോട് ദേഷ്യപ്പെടരുതെന്ന് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. എന്നാലും ദേഷ്യം വന്നാൽ സംസാരിക്കാതിരിക്കാൻ പറ്റുമോ ഭാവന? അമ്മയാണെങ്കിൽ ഇപ്പൊ പറയുന്നതല്ല കുറച്ച് കഴിയുമ്പോൾ പറയുന്നത്. അത് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ഞാൻ എപ്പോഴും ആലോചിക്കും സൂര്യക്ക് എന്താ ആന്റിയുടെ സ്വഭാവം കിട്ടാത്തേന്ന്. അത് ശരി. അപ്പൊ ഞാനും അമ്മയെ പോലെ പെരുമാറണമെന്നാണ് താൻ പറയുന്നത്? അയ്യോ വേണ്ടേ, ചതിക്കല്ലേ. സൂര്യ ഇപ്പൊ പെരുമാറുന്ന പോലെ അങ്ങ് പെരുമാറിയാ മതി. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഇനിയെങ്കിലും ഭാവനോട് അല്പം സ്നേഹം കാണിക്കണമെന്ന്. എന്നിട്ട് നീ ഇപ്പൊ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞേ? പിന്നെ മാനസയോട് ഭാവന എന്തിനാ സുനിലിനൊപ്പം പോകാൻ പറഞ്ഞത്? അല്ലെങ്കിൽ തന്നെ എന്ത് ധൈര്യത്തിൽ അവളെ സുനിലിനൊപ്പം പറഞ്ഞയക്കുന്നേ?